നമസ്കാരം, ഞാൻ രാജു, പുനർജനി അഗ്രോ ഗാർഡൻ, മാതൂത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് സുലഭമായിട്ടുള്ള ഒരു ചെടി മൾബറിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ വീടുകളിൽ ഈ മൾബറി ഈ പട്ടുനൂൽ പുഴു വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായി വെച്ച് പിടിപ്പിക്കാറുണ്ടായിരുന്നു. പട്ടുനൂൽ പുഴു വ്യവസായം പണ്ട് നല്ല രീതിയിലുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, അതിൻ്റെ അതിൽ നിന്ന് നമുക്കൊരു മൾബറി പഴം കിട്ടാറുണ്ട്. അത് വളരെ ചെറുതായിരിക്കും, ഒരു ചുവന്ന കളറുള്ള ഒരു ചെറിയ പഴം, നമ്മളെ നാടൻ മൾബറിയിൽ നിന്ന് ചെറിയൊരു പഴം കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ആ നാടനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ 2 ഇനം ഉണ്ട്. അത് ഒന്ന് പാകിസ്ഥാൻ മൾബറിയാണ്, ഒന്ന് ബ്രസീലിയൻ മൾബറി. ഇപ്പം ഇന്ന് എല്ലാ ആൾക്കാരും ചോദിച്ചു വരുന്ന 2 ഇനങ്ങളാണ് ഈ 2 മൾബറികൾ, പാകിസ്ഥാൻ മൾബറിയും അതുപോലെ ബ്രസീലിയൻ മൾബറിയും. ഇപ്പം അധികം ഫ്രൂട്ട് പ്രേമികളൊക്കെ ഈ മൾബറി ചോദിച്ചു വരാറുണ്ട്. കാരണം ഇതിന് കൂടുതൽ സ്ഥലമൊന്നും വേണ്ട, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ചെറുതായിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൾബറി. അപ്പോൾ ഇതിൻ്റെ 2 ഇല തമ്മിൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. കാരണം ഈ പാകിസ്ഥാൻ മൾബറിൻ്റെ ഇല എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്, പക്ഷേ ബ്രസീലിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ്. കണ്ടില്ലേ, കുറച്ച് വലിപ്പമുള്ളതാണ്. മാത്രമല്ല ഈ ബ്രസീലിയൻ മൾബറി ഇതിലൊക്കെ പിടിച്ച് തന്നിട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടെ വളർന്ന, ഇത് കട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കുറച്ച് ഹൈറ്റ് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് അധികം പുതിയ പഴങ്ങൾ വരുന്നത്. ഈ നമ്മൾ കൂടുതൽ ഹൈറ്റാക്കി വെക്കാതെ ഇതിൻ്റെ ഇത് ഇവിടെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പഴങ്ങൾ മൾബറി കിട്ടും. അപ്പം ഇതിൻ്റെ മൾബറീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നീളമാണ്. കുറച്ചും കൂടെ നമ്മുടെ നാടനെ പോലെ ചെറുതല്ല, കുറച്ചും കൂടെ നല്ല നീളം ഉണ്ടാവും. മാത്രമല്ല നല്ല മധുരമാണ്. നമ്മൾ തേൻ തുള്ളിയാണ് ശരിക്കും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല തേൻ തുള്ളിയാണ്. ഏകദേശം ഒരു ഡാർക്ക് ചുവപ്പ് അല്ലെങ്കിൽ വയലറ്റ് കളർ പോലെ വരും. അപ്പോഴാണ് നമ്മളതിനെ പറിക്കാറ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല വിറ്റാമിൻ അടങ്ങിയ ഒരു പഴം കൂടിയാണ് ഈ മൾബറി. അപ്പോൾ അതേപോലെ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനും മൾബറിയിലും കുറച്ച് നീളത്തിലുള്ള ഒരു മൾബറിയാണ് പിടിക്കുന്നത്. പക്ഷേ എന്നാലും ബ്രസീലിയൻ മൾബറിയെ അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറുതാണ് പാകിസ്ഥാൻ മൾബറി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ 2 കഴിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ബ്രസീലിയൻ മൾബറിയാണ്. 2 ആളുകൾ ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഇപ്പം മുമ്പൊക്കെ ബ്രസീലിയൻ മൾബറിയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഇപ്പം സാധാരണ കിട്ടുന്നുണ്ട്. അപ്പം അതാണ് എനിക്ക് മൾബറിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇതിപ്പോൾ 2 ബഡ് തൈയാണ് കേട്ടോ. അതുകൊണ്ടാ ഇത് നോർമലി കമ്പ് ഇങ്ങനെ ലെയർ തൈയല്ല, ശരിക്കും ബഡ് തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് ബഡ്. കണ്ടില്ലേ, ഇത് അതേപോലെ ഇത് 2 ബഡ് തൈ തന്നെയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നടാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണ എല്ലാ പഴങ്ങളും വെക്കുന്നത് പോലെ നമുക്ക് ഒരു 1/2 മീറ്റർ ആഴത്തിലൊരു കുഴി കുഴിച്ചുകൊണ്ട് നമുക്ക് ജൈവവളങ്ങൾ ചേർത്ത് ഇത് വെക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് വളഞ്ഞ തൈയൊക്കെ ആണെങ്കിൽ നമ്മളൊരു കമ്പ് കൊണ്ട് ഒന്ന് കെട്ടി കൊടുത്താൽ, അത് ഒരു കമ്പ് കുത്തി വെച്ചുകൊണ്ട് അതിനൊരു കെട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ചെറുതിൽ തന്നെ പിടിക്കും. ഇതിലൊക്കെ പിടിച്ചതാണ്, എപ്പോഴും പിടിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഓൾ സീസൺ കൂടിയാണ് കേട്ടോ. ഇതിപ്പം ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കലൊന്നുമില്ല, എല്ലാ സമയത്തും പിടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഇനമാണ് ഈ 2 ഇനവും, ബ്രസീലിയൻ മൾബറിയും അതുപോലെ പാകിസ്ഥാനി മൾബറിയും. അപ്പം താല്പര്യമുള്ള ആളുകൾ വീട്ടുപറമ്പിൽ ഒന്ന് വെക്കുക. ഇതിന് കൂടുതൽ സ്ഥലമൊന്നും വേണ്ട. നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ ടെറസിൻ്റെ മുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ വെച്ച് പരിപാലിക്കാൻ ആവുന്നതാണ്. മനസ്സിലായില്ലേ? ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് തുടങ്ങിയ ജൈവവളങ്ങൾ, അതായത് നമ്മൾ ആട്ടുംകാട്ടം, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വളമായാലും ജൈവവളമായാലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. രാസവളം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് രാസവളമൊക്കെ ചേർക്കാം നമുക്ക്. 8 അല്ലെങ്കിൽ 18 അതുപോലുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ കുറച്ചും കൂടെ ജൈവവളം ചേർത്തതിന് ശേഷം ആയിരിക്കണം അത് ചേർക്കുന്നത്. അത് ചെയ്യാവുന്ന. കടലപ്പിണ്ണാക്ക് നമ്മൾ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ അതും നല്ലതാണ്. ഇതൊക്കെ ഇതിന് എപ്പോഴും സ്ഥിരമായിട്ട് നമുക്ക് പഴം കിട്ടാനുള്ള ഒരു വഴിയാണ്. കടലപ്പിണ്ണാക്കും ചാണകവും കൂടി ഒരു ഡ്രമ്മിൽ ഒരു 7 ദിവസം വെള്ളമൊഴിച്ചുകൊണ്ട് പുളിപ്പിക്കാൻ വെക്കുക. അതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോൺമീൽ എല്ലുപൊടിയും ഇടാം. അതുപോലെ
വേപ്പമണ്ണാക്ക് ഇടാം. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരു 7 ദിവസം ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഡയലൂട്ട് ചെയ്തിട്ടുള്ള വെള്ളം നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ ഒക്കെ ഇതിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇലയൊക്കെ നല്ല കളറുണ്ടാവും. എപ്പോഴും ഇതിൽ നമ്മൾ മൾബറി പിടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു നല്ലൊരു ജീവാമൃതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറിയ സ്മെല്ലുണ്ടാവും, മണമുണ്ടാവും. ആ മണം ഇല്ലാതാക്കാൻ നമുക്ക് വേണമെങ്കിൽ വില കുറഞ്ഞ വെല്ലം കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ കടകളിലൊക്കെ വില കുറഞ്ഞ വെല്ലം, ആ വെല്ലം ഇട്ട് കൊടുത്താൽ അതിൻ്റെ സ്മെല്ലും പോകുന്നതാണ്. അത് ഒഴിച്ചു കൊടുത്താൽ നല്ലോണം കായം പിടിക്കും. ഇതാണ് എനിക്ക് മൾബറിയെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.